നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹോസെ മൗറിഞ്ഞോക്കൊരു താങ്ക് യു മെസ്സേജ് അയക്കണം പെപ് ഗാർഡിയോള പറയുകയാണ്. കാരണം ബെൻഫിക്ക റയലിനെ തോൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ പണി കിട്ടുമായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക്. അവർ ടോപ്പ് 8 നിന്ന് പുറത്തായനെ. ഇപ്പോൾ നോക്കുക, ഇന്നലെ യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം. ആ മത്സരത്തിൽ ഗലറ്റസരായിക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറി. അവർ 8ാം സ്ഥാനം കൊണ്ടാണ് റൗണ്ട് ഓഫ് 16ലേക്ക് നേരിട്ട് യോഗ്യത നേടുന്നത്. അവർക്ക് 8 കളി 16 പോയിൻറ്റ്. റയൽ ഇന്നലെ തോറ്റു, 8 കളി 15 പോയിൻറ്റ്. സമനിലയെങ്കിലും റയൽ നേടിയിരുന്നെങ്കിൽ റയലിന് 16 പോയിൻ്റ് ആവുകയും ചെയ്യും. സിറ്റിയേക്കാൾ നല്ല ഗോൾ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവർ നേരിട്ട് ടോപ്പ് 8ലെത്തി റൗണ്ട് ഓഫ് 16ലേക്ക് പോവുകയും ചെയ്യുമായിരുന്നേനെ. അതായത് ഇപ്പോൾ സിറ്റിയുടെ ഗോൾ ഡിഫറൻസ് 6ഉം റയലിൻ്റെത് 9ഉമാണ്. അപ്പോൾ സിറ്റി യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തിയത് ബെൻഫിക്കയുടെ ആ ഒരു വിജയമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെപ്പിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നത്, ഹോസെ മൗറിഞ്ഞോക്ക് ഒരു താങ്ക് യു മെസ്സേജ് അയക്കുകയല്ലേ, ബെൻഫിക്ക റയലിനെ തോൽപ്പിച്ചില്ലേ, അതല്ലേ ഗുണകരമായത്? പെപ്പിൻ്റെ മറുപടി, ഓഫ് കോഴ്സ്, അയക്കണം. ഹോസെ മൗറിഞ്ഞോക്ക് ഒരു താങ്ക് യു മെസ്സേജ് അയക്കണം. ഞങ്ങളെല്ലാവരും ഡ്രസ്സിംഗ് റൂമിൽ ആ കളിയുടെ അവസാന ഭാഗം കാണുകയായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു ബെൻഫിക്കക്ക് ഒരു ഗോൾ കൂടി വേണം ക്വാളിഫൈ ചെയ്യാനെന്ന്. ബെൻഫിക്ക ഓൾറെഡി ജയിച്ച് നിൽക്കുകയാണല്ലോ, അവർ ക്വാളിഫൈ ചെയ്യുന്നു ഞങ്ങളിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞത്, ഗോൾ കീപ്പർ മുന്നോട്ട് കയറിപ്പോയ സമയത്ത് കളി കണ്ട എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ്, എവിടേക്കാണ് അവൻ കയറിപ്പോകുന്നത്, ഗോളിൽ നിൽക്ക്, ഗോൾ പോസ്റ്റിന് മുമ്പ് നിൽക്ക്, മാഡ്രിഡിന് ഏത് സമയത്തും ഈക്വലൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെ അവർ ഈക്വലൈസ് ചെയ്താൽ ഞങ്ങൾ ടോപ്പ് 8 നിന്ന് പുറത്താവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിരുന്നു. പക്ഷേ ഹോസയുടെ ഭാഗത്ത് നിന്ന് അതൊരു നല്ല സ്ട്രാറ്റജി ആയല്ലേ, റൈറ്റ്? ആ ഒരു 4th ഗോൾ നേടിയത് എന്തായാലും നന്നായി എന്നാണ് പെപ്പ് പറയുന്നത്. ഏതായാലും പെപ്പിൻ്റെ താങ്ക് യു മെസ്സേജ് ഹോസെ മൗറിഞ്ഞോക്ക് ചെല്ലുമോ, ഹോസെ മൗറിഞ്ഞോ അതുകൊണ്ട് സന്തോഷിക്കുമോ, അതൊക്കെ കണ്ടറിയണം. പക്ഷേ ഹോസെ മൗറിഞ്ഞോക്ക് ഈ കളി വിജയിക്കണമായിരുന്നു. നമുക്ക് നിങ്ങൾ ഹോസെ മൗറിഞ്ഞോ പറയുന്നുണ്ട്, ഞാൻ അവസാന സബ്സ്റ്റിറ്റ്യൂഷൻ ഇവാനോവിച്ചിനെയും അതുപോലെ സിൽവയെയും ഇറക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ടീമിന് ഇനിയും ക്വാളിഫൈ ചെയ്യാൻ ഒരു ഗോൾ വേണമെന്ന്. ഞാൻ കരുതിയത്, അല്ലെങ്കിൽ എനിക്ക് അപ്പോൾ കിട്ടിയ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ ജയം മതി എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ ഡോർ ക്ലോസ് എന്ന രൂപത്തിലാണ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത്. പിന്നീടാണ് എന്നോട് വന്ന് ഇൻഫർമേഷൻ തന്നത് ഒരു ഗോൾ കൂടി വേണം. എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല, വേറെ സബ്സ്റ്റിറ്റ്യൂഷന് വഴിയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഗോൾ കീപ്പറോട് മുന്നോട്ട് കയറാനും ആ തരത്തിലുള്ളൊരു ഇടപെടൽ നടത്താനും വേണ്ടി പറയും. നോക്കുക നിങ്ങൾ, ഇത് ഹോസെ മൗറിഞ്ഞോക്ക് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും അങ്ങനെ ആ ഒരു ലീഡിൽ മാത്രം വിജയിക്കാൻ വേണ്ടി ബെൻഫിക്ക ശ്രമിക്കുകയും അങ്ങനെ വിജയിച്ച് സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് പിന്നെ പുറത്തായി എന്നറിയുകയും ചെയ്തിരുന്നെങ്കിൽ വല്ലാത്തൊരു എംബാരസിങ് ആയി പോയേനെ, എംബാരസ്മെൻ്റ് ആയി പോയേനെ. ഏതായാലും ഒടുവിൽ കറക്റ്റ് ഇൻഫോർമേഷൻ പാസ് ചെയ്തു, ഹോസെ മൗറിഞ്ഞോ എന്ന തന്ത്രജ്ഞൻ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായി ബെൻഫിക്ക ടോപ്പ് 24ലേക്ക് കടന്നു. അതിനൊപ്പം ഗുണമായത് മാഞ്ചസ്റ്റർ സിറ്റിക്കും പെപ്പിനും തന്നെയാണ്. ഒരു താങ്ക് യു കൊടുക്കുന്നത് നല്ലതാണ്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.